ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത പ്ലെയിൻ കുർത്തിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നെക്കിൻ്റെ പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വലിയ റൗണ്ട്സും ചെറിയ റൗണ്ട്സും നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സിൽക്ക് ത്രെഡും ആണ്. വലിയ റൗണ്ടിൽ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് 16 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാ ചെയ്യണമെന്നുള്ളത് കണ്ടു നോക്കാം. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 5ഉം ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒറ്റൊരു ദിവസം കൊണ്ട് ചെയ്തെടുത്ത വർക്കാണ്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത പ്ലെയിൻ കുർത്തി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ. ഇപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഉൾഭാഗം കൂടി ഫില്ല് ചെയ്തെടുക്കണം. വീണ്ടും ഉൾഭാഗത്ത് കൂടി റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. ചെറിയ റൗണ്ട് മാർക്ക് ചെയ്തേക്കണേൽ 10 സ്ട്രാൻഡ്സ് എടുത്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നെക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും തുന്നിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലവറിന്റെ സെന്ററിലായിട്ടാണ് നമ്മൾ ഷുഗർ ബീഡ് കൊടുക്കുന്നത്. ബാക്കി ഭാഗത്തൊക്കെ ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്.
like, share, subscribe.